നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. രണ്ടാഴ്ച സമയം ഇറാന് കൊടുത്തിരുന്നു അമേരിക്ക. കാരണം ആണവ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിൽ ഒപ്പുവെക്കാൻ ഒരു രണ്ടാഴ്ച സമയം. എന്നാൽ ആ രണ്ടാഴ്ച കാത്തു നിൽക്കാൻ പോലും അമേരിക്ക തയ്യാറായിട്ടില്ല. അതിശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് ഏതാണ്ട് ഇറാന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ഖമനേയി കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മുൻപ് ഖമനേയി കുടുംബത്തോടൊപ്പം ടണലിലേക്ക് സുരക്ഷിതമായി മാറിയത് IRGCക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുത്തുകൊണ്ടാണ്. എന്ത് നീക്കം വേണമെങ്കിലും നടത്താം എന്ന് IRGCയോട് പറഞ്ഞിട്ടാണ് ഖമനേയി പോകുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഇസ്രയേൽ, അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഖമനേയി തന്റെ പിൻഗാമിയെ തീരുമാനിക്കാനുള്ള തിരക്കിട്ട നീക്കം തുടങ്ങി. അതായത് ഇനി താൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു തോന്നൽ ഖമനേയിക്ക് ഉണ്ടായോ എന്നുള്ള, മരണപ്പെടാൻ പോകുന്നു എന്ന് ഖമനേയിക്ക് പോലും ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അടുത്ത ആയത്തുള്ളയെ തീരുമാനിക്കാനുള്ള ഒരു ചർച്ച, അതിന്റെ ഒരു അന്തിമ പട്ടിക ഖമനേയി തന്നെ തയ്യാറാക്കി എന്നുള്ള വിവരമുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതുവരെ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനേയി അടുത്ത ആയത്തുള്ളയാകുമെന്നായിരുന്നു പരമോന്നത നേതാവ്. പക്ഷെ മകന്റെ പേര് ആ പട്ടികയിലില്ല. അപ്പോൾ മകനെ സുരക്ഷിതമാക്കുന്ന ഒരു ശ്രമവും ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, അമേരിക്ക കൃത്യമായ ഒരു ആക്രമണം ഇറാനിൽ നടത്തി. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് എല്ലാത്തിനെയും കുറിച്ചും ഒന്ന് ചർച്ച ചെയ്യണം. ആദ്യം ഖമനേയിയുടെ പട്ടികയാണ്. ഖമനേയി പറഞ്ഞത്, ഖമനേയി ഇനിയിപ്പോ എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഖമനേയിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്നാണ് ഇസ്രയേൽ US മാധ്യമങ്ങൾ പറയുന്നത്. അപ്പൊ ഇറാനിലെ ചില സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. ഒരു പിൻഗാമി സാധ്യതാ പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ഇത് തന്നെയാണ്. ഇസ്രയേലിന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് തന്നെ ഇനി അമേരിക്കയൊക്കെ രംഗത്ത് കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഖമേനി എവിടെയാണ് ഉള്ളതെന്ന് അറിയാമെന്ന് അമേരിക്ക മുൻപേ പറഞ്ഞിരുന്നു. തൽക്കാലം വധിക്കാൻ ഉദ്ദേശമില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അത് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഖമേനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം രണ്ടാഴ്ച സമയം ഇറാനിലേക്ക് ആക്രമിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് മിനിയാന്നല്ല, ഇന്നലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖമേനി അത്ര സുരക്ഷിതനല്ല എന്നൊരു സൂചന ഖമേനിക്ക് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്റെ പിൻഗാമിയുടെ സാധ്യതാ പട്ടിക ഖമേനി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇറാനിലെ 3 മുതിർന്ന പുരോഹിതരെയാണ് ഖമേനി നിർദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മകൻ മുജ്തബ ഖമേനിയെ പിൻഗാമിയായി പ്രഖ്യാപിക്കുമെന്ന് ഇതിനു മുൻപ് പറഞ്ഞിരുന്നു. മുജ്തബ തന്നെ ആയിരിക്കും പിൻഗാമി എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ ഈ മകന്റെ പേര് ഇപ്പോൾ വന്ന ഈ പട്ടികയില്, സാധ്യതാ പട്ടികയിൽ മകന്റെ പേരില്ല. അതുകൂടാതെ യുദ്ധത്തിൽ നിലവിലെ സൈനിക നേതൃത്വത്തിന് ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ, ഉടൻ തന്റെ ജീവൻ എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ നേതൃത്വത്തെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം സാധാരണഗതിയിലൊക്കെ ആത്മീയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് മാസങ്ങൾ നീണ്ട പ്രക്രിയയിലൂടെയൊക്കെയാണ് നേതാവിനെ തീരുമാനിക്കുന്നത്. ഇനിയിപ്പോ അതൊന്നും ചെയ്യണ്ട, എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാവുകയോ താൻ ഇല്ലാതാവുകയോ ചെയ്യുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സാധ്യതാ പട്ടികയിൽ നിന്ന് ഒരാളെ ആയത്തുള്ളയായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അങ്ങനൊരു കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി തന്നെയാണ് അതിന് കാരണം. കാരണം ഇനി കീഴടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഖമേനിയോട് പറഞ്ഞിരുന്നു. അപ്പൊ കീഴടങ്ങാൻ ഉദ്ദേശമൊന്നും ഇല്ല എന്നാണ് അന്ന് ഖമേനി പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിനുശേഷമാണ് അതീവ സുരക്ഷാ കേന്ദ്രത്തിൽ പോയത്. ഖമേനിക്കൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബം പോയിട്ടുണ്ട്. ആയത്തുള്ളയാകാൻ നമ്മൾ വിചാരിച്ചിരുന്ന മുജ്തബയും പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മുജ്തബ കരഞ്ഞിട്ട് അച്ഛന്റെ കാല് പിടിച്ചിട്ടുണ്ടാകണം, എനിക്കിപ്പോ മരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. കാരണം ആരെ ഇറക്കിയാലും ഈ പരമോന്നതകളെല്ലാം ഇപ്പോഴത്തെ ഒരു നിലവിലെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനിലെ ആയത്തുള്ള പദവി, അതായത് പരമോന്നത നേതാവ് എന്ന പദവി, അത് പോയിന്റ് ബ്ലാങ്കിൽ, അതെ, കാരണം ഉന്നത നേതാവായിട്ട് ആര് വന്നാലും നേതാക്കന്മാരുടെ ഒക്കെ തല വെട്ടുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് എന്തായാലും മകനെ സേഫാക്കി വെച്ചിട്ടുണ്ട്. ഖമനേയിക്ക് ഇനിയിപ്പോ എത്ര കാലം എന്നുള്ളത് അറിയില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാധ്യതാ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. മുതിർന്ന പുരോഹിതരെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ പേരുകളൊന്നും തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്ന്
ഇറാനിൽ നിന്ന് തന്നെയാണ് വിവരങ്ങൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ചോർന്നു കിട്ടിയിരിക്കുന്നത്. നമ്മൾ ട്രംപ് നടത്തിയ ആ ഒരു ആക്രമണ രീതി അതിപ്പോൾ വലിയ രീതിയിൽ ഒരു ചർച്ചയായി തന്നെ പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ഫോർഡോയിലേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ആ ഒരു വെല്ലുവിളിയാണ്. അതായത് IRGCയും ഖമനേയും ഒക്കെ ആവർത്തിച്ച് വെല്ലുവിളിച്ചത് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ തൊടാൻ പോലും കഴിയില്ല എന്നാണ്. അതുകൊണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ അമേരിക്ക ആക്രമണം നടത്തി. നദാൻസിലേക്കും ഫോർഡോയിലേക്കും ഇസ്ഫഹാനിലേക്കും ആക്രമണം നിരന്തരം നടത്തി. അതിൽ ഏറ്റവും അതായത് കൃത്യമായ ഒരു കേന്ദ്രം തെരഞ്ഞെടുത്തിട്ടാണ് അവിടെ നിന്നാണ് എല്ലാ ആക്രമണ രീതികളും പദ്ധതികളും തയ്യാറാക്കിയത്. അവിടം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് വേണ്ടത്. അതെ അതെ. അപ്പോ ഈ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ US ഉപയോഗിച്ചത് പസഫിക് സമുദ്രത്തിലെ ഗ്വാം നാവിക താവളമാണ്. പശ്ചിമ പസഫിക്കിലെ US-ന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ് ഈ ഗ്വാമിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. വളരെ ചെറിയൊരു ദ്വീപാണിത്. ഈ ദ്വീപാണ് US-ന്റെ ആൻഡേഴ്സൺ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലുള്ള മറ്റ് US സൈനിക കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നതാണ്. ഗ്വാം പക്ഷേ ഇറാന് അപ്രാപ്യമായ വളരെ ദൂരെയാണ് നിൽക്കുന്നത്. അപ്പോ ഈ വേറൊരു പ്രധാന കാര്യമുള്ളത്, ഇത് ആക്രമിക്കാൻ പോകുന്നത് B-2 സ്പിരിറ്റ് ബോംബർ വിമാനമാണ്. ഈ B-2 സ്പിരിറ്റ് ബോംബർ വിമാനം എന്ന് പറയുന്നതിന്റെ വില $210 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 18,152 കോടി ഇന്ത്യൻ രൂപ. അപ്പോ ഇത്രയും വിലയേറിയ ഒരു, ബാക്കിയുള്ള എല്ലാ സൈനിക താവളവും ഇറാന്റെ വ്യോമ മേഖലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങാനും ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗ്വാമിനെ കേന്ദ്രമാക്കി, കാരണം ഇത്രയും വിലയുള്ള ഒരു സാധനത്തിനെ പ്രത്യാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഗ്വാമിനെ തെരഞ്ഞെടുത്തതെന്നാണ് പറയുന്നത്. അപ്പൊ ശനിയാഴ്ചയാണ് ആക്രമണത്തിന്റെ സൂചനകൾ നൽകിയത്. എങ്ങനെയാന്ന് വെച്ചാൽ ഈ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങള് ഗ്വാമിലേക്ക് മാറ്റിയത് ശനിയാഴ്ചയാണ്. ഇന്ന് പുലർച്ചെയാണ് നമ്മുടെ ടൈമാണ് പറയുന്നത്. നമ്മുടെ ടൈം ഇന്നലെ ഗ്വാമിലേക്ക് മാറ്റി ഇന്ന് പുലർച്ചെ ആക്രമണം നടത്തി. ഇതിന്റെ വേറെ പ്രത്യേകത, ഗ്വാമിൽ നിന്ന് 7500 കിലോമീറ്റർ ആകാശ ദൂരമാണത്രേ ഇറാനിലേക്കുള്ളത്. ആകാശ ദൂരം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിറയെ ഇന്ധനവുമായിട്ട് ഒറ്റ പറക്കലിന് 11,000 കിലോമീറ്റർ ദൂരം ഈ US-ന്റെ B-2 സ്പിരിറ്റ് ബോംബറുകൾക്ക് പോകാൻ പറ്റും. അപ്പോ അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ 15,000 ആകും. പക്ഷെ അതിനൊപ്പം തന്നെ പോകുന്നത് KC-46 പെഗാസസ് എന്ന ടാങ്കർ വിമാനമുണ്ട്. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാം. അപ്പൊ അങ്ങനെ ആവുമ്പോ ഭൂമിയിൽ തൊടുക ചെയ്യാതെ തന്നെ എത്ര ദൂരം വേണമെങ്കിൽ പറക്കാൻ ഈ B-2 സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ വിമാനം തന്നെ എടുത്തത് എന്നാണ് പറയുന്നത്. അതാണ് ആ വിമാനത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നത്. അതിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിനെ തിരിച്ചറിയാൻ പോലും തിരിച്ചറിയില്ല. അതിന്റെ രൂപഘടന ഒരു പ്രത്യേക രൂപഘടനയാണ്. വലിയൊരു ഭീമൻ പക്ഷിയുടെ ഷേപ്പാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ കൊണ്ട് ലോകത്തെങ്ങും വളരെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തൊന്നും ഇതുപോലത്തെ ഒരു സംഭവം ഇല്ല ഇതിന്. അപ്പോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റഡാറിന്റെ കണ്ണുകളെ വെട്ടിക്കാൻ കഴിയും. കാരണം ഇതൊരു പക്ഷിയുടെ രൂപമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു ഭീമൻ പക്ഷി പറന്നു പോകുന്നത് പോലെയാണ് ഇതിനെ അടുത്തുനിന്ന് നോക്കിയാൽ കാണാം. പക്ഷെ റഡാർ ക്രോസ് സെക്ഷനിൽ ഇതിനെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പക്ഷി, ഒരു പരുന്ത് പറന്നു പോകുന്ന പോലെ തോന്നുള്ളൂ. അപ്പൊ ഒരിക്കലും ഇതിനെ റഡാറിൽ ഇത് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ കണ്ടെത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിശക്തമായ റഡാർ സംവിധാനങ്ങൾ വേണം. നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും ഈ B-2 ബോംബറിനെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇറാന് മനസ്സിലാക്കാനേ പറ്റിയില്ല ഇങ്ങനൊരു വിമാനം പറന്നു വരുന്നു എന്നുള്ളത്. ഇറാന്റെ റഡാറിൽ ഒന്നും പെട്ടില്ല. വന്ന് ഈ 3 വ്യോമതാവളങ്ങളിൽ അണുബോംബ് ഉണ്ടാക്കുന്ന ഇതിലേക്ക് അടിച്ചപ്പോഴാണ്, ആണവ കേന്ദ്രങ്ങളിലേക്ക് അടിച്ചപ്പോൾ മാത്രമാണ് ഇവർക്ക് മനസ്സിലായത്. അപ്പോഴേക്കും ഇത് അടിച്ച് തിരിച്ചു പോരൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയ ഇത് ഈ ഗ്വാം ദ്വീപ് ഉണ്ടല്ലോ, 2ാം ലോക മഹായുദ്ധ കാലത്ത് 1941 ജാപ്പനീസ് സൈന്യം ഈ ഗ്വാം ദ്വീപ് പിടിച്ചെടുത്തിരുന്നു. അപ്പോ അന്ന് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിയിട്ട പേൾ ഹാർബർ ആക്രമണം നടന്ന അന്ന് തന്നെയാണ് ഇത് US-ന്റെ പക്കൽ നിന്ന് ജപ്പാൻ ഇത് കൈക്കലാക്കുന്നത്. പിന്നീട് തിരിച്ചു വാങ്ങുന്നത് 1944 പസഫിക് മേഖലയിൽ US-ന്റെ നേതൃത്വം, അതിന്റെ ആ പ്രാധാന്യം പിടിച്ചു നിർത്തുന്നത് തന്നെ, അതുപോലെ നിരവധി സൈനിക നീക്കങ്ങൾക്ക് എല്ലാം വളരെ നിർണായകമായിട്ടുള്ള ഒരു സൈനിക കേന്ദ്രമാണ് ഗ്വാം.
ഈ സ്ഥലത്ത് അവിടെ താമസിക്കുന്നത് കുറെ സൈനികരും അവരുടെ കുടുംബങ്ങളും പിന്നെ അവിടുന്ന് റിട്ടയർ ആയിട്ടുള്ള സൈനികരുണ്ടല്ലോ അവരും. അപ്പൊ ആ ഭാഗത്ത് വേറെ ജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ സൈനികരാണ്. അവർക്കറിയാം ഇങ്ങനൊരു എങ്ങനെ അതിനെ നേരിടണമെന്നറിയാം. ഒന്നുകിൽ ഇപ്പൊ സൈന്യത്തിലുള്ളവരും അവരുടെ കുടുംബവും, അല്ലെങ്കിൽ റിട്ടയർ ആയവരും അവരുടെ കുടുംബവും. അങ്ങനെ ഒരു സൈനികർ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപാണത്. അപ്പൊ അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. ചരിത്രങ്ങളുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ളതാണ്. നമ്മള് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാനിലേക്ക് ആക്രമണം നടത്തണമെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം വലിയ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ പക്ഷെ ആ ഇറാനെയും ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഒരു കൃത്യമായ ഒരു സ്ഥലമുണ്ട്. ഇവിടേക്ക് തിരിച്ചാക്രമിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുമാണ്. കാരണം നിലവിൽ അവിടെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. റഡാർ സംവിധാനങ്ങളെ ഒന്നും തന്നെ അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങളെ വെട്ടിക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയില്ലല്ലോ. പിന്നെ കഴിയുന്നത് റഷ്യക്ക് മാത്രമാണ്. അപ്പോൾ അതും ഒരു വലിയ നേട്ടമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിസന്ധിയും ഉണ്ട്. കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അതാണ് ഇറാന്റെ ലക്ഷ്യം. കാരണം ആക്രമണം നടന്നതിന് ശേഷം നമുക്കറിയാം ഇറാന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈനിക താവളങ്ങളാണല്ലോ പറഞ്ഞത്. ഗോവ മാത്രം തിരഞ്ഞെടുക്കാൻ കാരണം ബാക്കിയുള്ളതെല്ലാം ഇറാന്റെ കേന്ദ്രങ്ങളാണ്, കയ്യെത്തും ദൂരത്താണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ആയത്തുള്ള അലി ഖമനേയി ആദ്യം വിളിച്ചത് റഷ്യൻ പ്രസിഡന്റ് പുടിനെയാണ്. പുടിനെ വിളിച്ചിട്ട് ആയുധങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ്. അതിൽ ക്ലസ്റ്റർ ബോംബുകൾ വേണമെന്നുള്ള ഒരു ആവശ്യം അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രയോഗിക്കാനാണോ എന്നറിയില്ല. എന്തായാലും തിരിച്ചടിക്ക് ഇറാൻ ഏറ്റവും കയ്യകലത്തുള്ളത് അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ്. ജോർദാനിൽ, സിറിയയിൽ, അതുപോലെ തന്നെ ഇറാഖിൽ, സൗദിയിലൊക്കെ തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ളതാണ്. ഇവിടെ എല്ലാം നിരവധി സൈന്യവും ഉണ്ട്, ഇവരുടെ ആയുധങ്ങളുണ്ട്. അതെല്ലാം ആക്രമിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അവർക്കുമുണ്ട്, അമേരിക്കയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലേക്കും ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇറാഖിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഈ പറയുന്ന ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞാൽ തിരിച്ചടിക്കും. അപ്പോൾ ഇറാഖിനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ജോർദാന്റെ അവസ്ഥ അതാണ്, സൗദിയുടെ അവസ്ഥ അതാണ്. പലർക്കും നമ്മൾ പറഞ്ഞിരുന്നത് ഈ അമേരിക്ക 2 ആഴ്ച കഴിഞ്ഞാൽ എന്ന് പറയുന്നത് പറഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ, അമേരിക്ക രംഗത്ത് വരില്ലായിരിക്കും എന്ന് നമ്മൾ ഇതിനെ പറഞ്ഞിരുന്നു. ഇതിപ്പോ വന്ന സ്ഥിതിക്ക് ഇനി എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളത് ശരിക്കും ചില കോണുകളിൽ നിന്നൊരു ചർച്ച വരുന്നത് 3 രീതിയിൽ ഇറാന് ഇനി അതായത് അമേരിക്ക ആക്രമണത്തിലേക്ക് വന്നത് കൊണ്ട് തന്നെ ഇനി 3 വഴികളാണ് ഇറാനുള്ളത്. ഒന്നെങ്കിൽ തിരിച്ചടിക്കുക, അതിശക്തമായി തിരിച്ചടിക്കുക. 2 നിരുപാധികം കീഴടങ്ങുക, US കേന്ദ്രങ്ങൾ തകർക്കുക. കീഴടങ്ങണമെന്ന് അമേരിക്ക കീഴടങ്ങാൻ സാധ്യതയില്ല. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും ഇറാന് കീഴടങ്ങാൻ കഴിയില്ല. കാരണം അത് അവരുടെ വലിയ നാണക്കേടിന് കാര്യമാകും. കാരണം ഇറാൻ തിരിച്ചടിച്ചു ജെറുസലേമിലേക്കൊക്കെ. അമേരിക്ക ആക്രമണം നടത്തിയിട്ടും തിരിച്ച് ഇതുവരെ ഈ സമയം വരെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല. പകരം അതിശക്തമായി ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മറുതന്ത്രവും കൂടി ഇപ്പോൾ ഇറാൻ പയറ്റുന്നുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. കാരണം വമ്പന്മാരെല്ലാവരും തന്നെ കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം. ഇറാന് അവരുടെ പരമാധികാരം സംരക്ഷിക്കാൻ അതിശക്തമായി തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് സഹായവും ചെയ്തു കൊടുക്കുമെന്നാണ് കിമ്മു പറഞ്ഞിരിക്കുന്നത്. പുടിനും പറഞ്ഞിരിക്കുന്നത് ഇറാൻ സഹായം ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ആയുധങ്ങൾ കൊടുക്കുന്നേ ഉണ്ടായിരിക്കുള്ളൂ, ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മള് ഇത്രയും ദിവസം കരുതിയിരുന്നത് ഇസ്രയേലിന് നേരെ അതിമാരകമായ മിസൈലുകൾ പ്രയോഗിച്ച് ഇറാന്റെ ആയുധപ്പുര കാലിയായെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോഴും നിരവധി മിസൈലുകൾ ബാക്കിയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം ഫോർഡോയും നതാൻസും ഇസ്ഫഹാനും ഒക്കെ തകർക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന അമേരിക്ക ഇപ്പൊ രംഗത്തേക്ക് വന്നതുകൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുമോ എന്നുള്ള ഒരു ചോദ്യവും. പക്ഷെ ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണത്തിൽ ബങ്കർ ബസ്റ്റർ പക്ഷെ വളരെ മാരകമായിട്ടുള്ള മിസൈലുകൾ 30 ടൊമാഹാക്ക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് തന്നെ എന്തായാലും ഈ ഫോർഡോ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കിയിട്ട് വളരെ 2
മറ്റേ ബൂസ്റ്റർ വിമാനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതില് നല്ല പോലെ കേടുപറ്റിയിട്ടുണ്ട് ഫോർദോ കേന്ദ്രത്തിന് എന്നുള്ളത് ഇറാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയ അതൊരു രക്ഷപ്പെടലിന്റെ വഴിയും കൂടി ആകാം. കാരണം ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആക്രമിക്കത്തില്ല എന്നുള്ളൊരു കണക്ക് കൂട്ടലും ആകാം. കാരണം ഈ അമേരിക്കൻ സൈന്യത്തിലെ തന്നെ പലരുമാണ് വിദഗ്ധർ തന്നെയാണ്, മുൻ സൈനിക വിദഗ്ധർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഫോർട്ടോ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളത്. കാരണം 15 ടണ്ണോളം വരുന്ന ബോംബാണ് ഇവർ കൊണ്ടുപോകുന്നത്. അത് എത്ര ശക്തമായ കോൺക്രീറ്റ് കവചമാണെങ്കിലും അത് തുളഞ്ഞിറങ്ങുമെന്ന് പറയുന്നു. 20 അടി നീളമാണ് ഈ ബോംബിന്. അത് പ്രയോഗിക്കാൻ US-ന്റെ ഈ B2 ബോംബറിന് മാത്രമേ സാധിക്കൂ. മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എന്നറിയപ്പെടുന്ന ഈ ബോംബിന്റെ 2 മാത്രമേ B2 ബോംബറിന് വഹിക്കാൻ കഴിയൂ. നിലവിൽ 6 GB-യും 57 AB ബോംബുകളാണ് ഇറാനിൽ പ്രയോഗിച്ചു എന്നാണ് MOP ബോംബുകളാണെങ്കിൽ അത് ബങ്കർ ബസ്റ്റർ ഗണത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ബങ്കർ ബസ്റ്റർ തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടതും ഈ ബോംബുകളായിരുന്നു. 3 ആണവ കേന്ദ്രങ്ങളിലും കുറഞ്ഞത് 2 ബോംബുകളെങ്കിലും US പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇറങ്ങേണ്ടി വന്നതാണ്. കാരണം നിരന്തരം ഇസ്രയേൽ ബോംബുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു സഖ്യകക്ഷികൾക്കും MOP ഗണത്തിൽപ്പെട്ട ബോംബുകൾ അമേരിക്ക കൊടുത്തിട്ടില്ല. കാരണം അമേരിക്കയ്ക്ക് മാത്രമാണ് അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി അറിയാവുന്നത്. അപ്പോൾ ഇസ്രയേലിന്റെ കൈകളിലേക്ക് ആ ബോംബ് എത്തി എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക കൊടുത്തു എന്ന് തന്നെയാണല്ലോ. ഇസ്രയേലിന്റെ കൈകളിൽ അമേരിക്ക തന്നെ നേരിട്ടിട്ടാണ് ചെയ്തത്. ഇസ്രയേലിന് കൊടുത്തിട്ടില്ല. അമേരിക്ക തന്നെ നേരിട്ട് വന്ന് 3 ആണവ കേന്ദ്രങ്ങളിലേക്കും ഈ 2 ബോംബുകൾ വെച്ച് അതിനെ തകർത്ത് അങ്ങ് പോയി. ഇനിയിപ്പോൾ ലോകം എന്തായാലും ഭയപ്പാടിലാണ്. ഇറാൻ കീഴടങ്ങുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഫോർദോ പോയി കഴിഞ്ഞാൽ പിന്നെ ഇറാനെ പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഈ 2 ബോംബിനൊപ്പമാണ് മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഫോർദോ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്ന സംഭവം. അതില് ആക്രമണം നടത്തിയതിനു ശേഷം ഇനിയിപ്പോ ഒരു അഭിമാന ചിഹ്നമായിട്ട് ഇറാന് പറഞ്ഞു വെക്കാൻ ഒന്നും തന്നെ ഇല്ല ആ അവസ്ഥയില്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയില് നെതന്യാഹു ഉൾപ്പെടെ, കാരണം നെതന്യാഹുവിനല്ല അലി ഖമേനിക്ക് വരെ ഇപ്പൊ ബോധം വന്നിരിക്കുകയാണ്, താൻ പോലും മരിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയം വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ആയ സ്ഥിതിക്ക് ഒരുപക്ഷെ യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും പിൻവലിയാനുള്ള ഒരു തീരുമാനം വരുമോ എന്നുള്ളതാണ് പിന്നൊരു ചോദ്യം വരുന്നത്. പിന്നെ പക്ഷെ ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു അപകടം വരാനിരിക്കുന്നത് ഹൂതികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കപ്പലുകൾ മുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. US കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഹൂതികൾ USS എബ്രഹാം ലിങ്കന്റെ അടുത്ത് വരെ പോയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അടുത്ത് വരെ പോയി ഒരു ആക്രമണം നടത്താൻ ഹൂതികൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം മെയ് മാസത്തിലാണ് US-ഉമായിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ ഹൂതികളൊന്നും മാറുന്നത് മെയ് മാസത്തിലാണ്. ഇപ്പൊ തന്നെ വീണ്ടും ജൂൺ മാസം ആയപ്പോഴേക്കും വീണ്ടും ഇറങ്ങും എന്ന് പറഞ്ഞു. മാത്രമല്ല അന്ന് എബ്രഹാം ലിങ്കണ് നേരെ ഇവർ പ്രയോഗിച്ച മിസൈൽ അത് റഷ്യൻ മിസൈലായിരുന്നു. അപ്പോൾ അത് ഇറാനിൽ നിന്ന് കൈമറിഞ്ഞു പോയതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉടലെടുക്കുന്നുണ്ട്. ഹൂതികൾ വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് കടലാണ് അവരുടെ ആയുധം കടലാണ്. അപ്പോൾ വീണ്ടും ഹമാസിനോ തലപൊക്കാൻ കഴിയാത്തൊരു സാഹചര്യം. പിന്നീട് കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്നാണ് ഒരു ഭീഷണി വന്നത്. അതായത് ആയത്തുള്ള അലി ഖമനേയിക്ക് നേരെ ഒരു നീക്കം ഉണ്ടായാൽ ഞങ്ങൾ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാഖിലെ മിലീഷ്യകൾ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പൊ അമേരിക്കയ്ക്ക് പ്രശ്നമാണ്. അതിന്റെ ഒപ്പം തന്നെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ബന്ധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട്. അങ്ങനെ വ്യാപാരത്തെ ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ ലോകത്തിനെ മൊത്തം മുൾമുനയിൽ നിർത്താൻ വേണമെങ്കിൽ ഇറാൻ വിചാരിച്ചാൽ സാധിക്കും. ഇറാനും ഹൂതികളും മിലിഷ്യകളുടെയും സഹായം ഉണ്ടെങ്കിൽ മൊത്തം ലോകത്തിനെ പിടിച്ചുകെട്ടാനുള്ള ഒരു ആയുധം അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ UN ആവശ്യപ്പെട്ടിട്ടുണ്ട്, സമാധാനമാണ് ആവശ്യം, ആക്രമണം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം UN ഉയർത്തിയിട്ടുണ്ട്. അത് കേൾക്കാൻ അമേരിക്കയോ ഇസ്രയേലോ തയ്യാറാകത്തില്ല. കാരണം ഗാസയിൽ ആക്രമണം നിരന്തരം നടത്തുമ്പോൾ ഇസ്രയേലിനോട് UN ആവശ്യപ്പെട്ടതാണ് ആക്രമണം അവസാനിപ്പിക്കാൻ. അത് പക്ഷേ UN-നോട് തന്നെ അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇത് അവസാന ഹമാസ് തല വീഴുന്നത് വരെ ഞങ്ങൾ ആക്രമണം കടുപ്പിക്കുമെന്നാണ്. അപ്പോൾ ഇപ്പോ റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. ഹമാസിൽ നിന്ന് തുടങ്ങിയതാണ്, എവിടെയും നിർത്തിയിട്ടില്ല. തലയായ ഇറാനിലെത്തി നിൽക്കുകയാണ്.
ഇനിയിപ്പോൾ അപ്പോൾ എന്താണ് എന്താണ് സംഭവം? അപ്പൊ എല്ലാവരും തന്നെ ഇപ്പൊ നമ്മളിപ്പോ യുദ്ധത്തിൽ ഇറാൻ ഇസ്രയേൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴും അവിടെ ഈ ഹമാസും ഹിസ്ബുള്ളിയും ഹൂതികളും മിലീഷ്യകളും എല്ലാം തന്നെ ഭാഗം തന്നെയാണ്. അവര് ഒരാളല്ലെങ്കിൽ ഒരാള് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഹൂതികൾ എന്തായാലും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവര് ഈ കരാറൊക്കെ അവര് എത്രത്തോളം പാലിക്കും എന്നറിയില്ല. കരാറിൽ പറഞ്ഞത് ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലും രണ്ടുപേരും ഇനി ആക്രമണത്തിൽ ഏർപ്പെടില്ല എന്നായിരുന്നു കരാറ്. പക്ഷെ ഇപ്പൊ അമേരിക്ക ആക്രമിച്ച സ്ഥിതിക്ക് ഹൂതികൾ അത് ആ കരാറിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാണ്. അതെ, ഈ പറയുന്നത് പോലെ തന്നെ അലി ഖമനേയി തന്റെ പിൻഗാമിയെ കണ്ടെത്തുമോ? എന്തായാലും ഒരു ഭയം ഈ ഒരു തിരക്കിട്ടുള്ള ഈ ഒരു നീക്കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ്. അലി ഖമനേയി ഇനി അധികം ഉണ്ടാവില്ല എന്ന് അത്തരത്തിലൊരു നീക്കമാണോ അതിന്റെ എന്നുള്ള ഒപ്പം സംശയം തന്നെ വരുന്നു. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞൻ ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, എയ്ത്താർ തബതബായി. ഈ ഖമനേയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും എല്ലാ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് മുഴുവൻ തകർന്നടിയുന്നത് തന്റെ വേണ്ടപ്പെട്ടവരെല്ലാം മരിച്ചു പോവാണ്. എല്ലാവരും മരിച്ചുപോയി. ഉപദേഷ്ടാക്കൾ മരിച്ചു, IRGCയിലെ തലവന്മാര് മരിച്ചു, ആണവ ശാസ്ത്രജ്ഞർ മരിച്ചു. ഇപ്പോ എയ്ത്താൻ തബതബായിയും ഭാര്യയും കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഖമനേയിയുടെ മുന്നിൽ ഇല്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരക്കിട്ടുള്ള ഒരു നീക്കം. നമുക്ക് വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകും. കാരണം തീർച്ചയായിട്ടും അതൊരു പ്രകമ്പനം തന്നെ ആയിരിക്കും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.